AC എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടുതൽ ഇൻവെർട്ടർ AC ആണല്ലോ. അപ്പോൾ എന്താണ് ഇൻവെർട്ടർ AC? ആ ഇൻവെർട്ടർ AC നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുക. അങ്ങനെ പല ആൾക്കാരും എൻ്റെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. അത് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുമോ? കറണ്ട് പോയി കഴിഞ്ഞാൽ ആ AC നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്താണ് ഇൻവെർട്ടർ AC എന്നൊരു എനിക്കറിയാവുന്നൊരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ വീട്ടിൽ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പ്ലിറ്റ് AC, വിൻഡോ AC അല്ല, സ്പ്ലിറ്റ് AC കാര്യം പറയുകയാണ്. ആ സ്പ്ലിറ്റ് ACയിൽ നമ്മുടെ റൂമിൽ സെറ്റ് പോയിന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൂമിൽ സെറ്റ് പോയിന്റ് എത്രയാണോ അത് ആ ഒരു പോയിന്റ് 24 22 എത്ര ആയിക്കോട്ടെ അതിലെത്തുന്ന സമയത്ത് നമ്മുടെ സ്പ്ലിറ്റ് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റ്, അതിൻ്റെ കംപ്രസർ യൂണിറ്റ് ഓഫായി പോകും. എന്നിട്ട് റൂം ടെമ്പറേച്ചർ വീണ്ടും കൂടുന്ന സമയത്ത് അത് വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടാണ് പഴയ AC വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പഴയ സ്പ്ലിറ്റ് AC. പക്ഷേ ഇൻവെർട്ടർ ACയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ റൂമിലെ സെറ്റ് പോയിന്റ് എത്തിയാൽ പോലും അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിലെ കംപ്രസർ ഓഫ് ആവത്തില്ല. അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിന് തന്നെയുള്ള കുറച്ച് ബോർഡുകളുണ്ട്. അത് VFD പോലെയുള്ള കുറച്ച് ബോർഡുകൾ അതിലുണ്ട്. അപ്പോൾ ആ ഒരു മൈക്രോ പ്രോസസറിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ബോർഡുകളാണ് ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കംപ്രസറിൻ്റെ സ്പീഡിനെ കുറക്കുന്നത്. അതായത് ടെമ്പറേച്ചർ, റൂമിൽ ടെമ്പറേച്ചർ ആയാൽ പിന്നീട് അവിടെ തണുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സെൻസർ ആ റൂം ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡിലേക്ക് ഒരു കമാൻഡ് കൊടുത്തിട്ട് അതിൻ്റെ ബോർഡ് മോട്ടറിൻ്റെ ആ കംപ്രസറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്ത് വളരെ വളരെ സ്ലോയിൽ വർക്ക് ചെയ്യും. അതിൻ്റെ RPM കുറച്ച് കൊണ്ടുവരും. ഇനി എപ്പോഴാണ് റൂമിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നത് ആ സമയത്ത് വീണ്ടും ഇത് കണക്കിന് സെൻസർ സെൻസ് ചെയ്തിട്ട് ആ ബോർഡിലോട്ട് അതിൻ്റെ കമാൻഡ് കൊടുത്തു. അതിൽ കാണുന്ന ബോർഡ് അതിൻ്റെ ആ കംപ്രസറിൻ്റെ സ്പീഡിനെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ ഇൻവെർട്ടർ ACയിലെ കംപ്രസർ ഓഫാകുന്നില്ല, അതിൻ്റെ സ്പീഡ് മാത്രമേ കൂടിയും കുറഞ്ഞു നിൽക്കുന്നത്. ഇതിനെ സഹായിക്കുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോൾ ബോർഡാണ്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കറണ്ട് ബില്ല് കുറയുന്നത്. കാരണം ഒരു മോട്ടറിനെ അല്ലെങ്കിൽ ഒരു കംപ്രസറിനെ ആദ്യം ജസ്റ്റ് ഓഫായി പോയൊരു കംപ്രസറിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കറണ്ടിനേക്കാൾ കുറച്ച് കറണ്ട് മതി അതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട്, ഒരു കംപ്രസറിൻ്റെ അല്ലെങ്കിൽ ഒരു മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ കുറക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.